ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് അൽ ഖുറൈമി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫൗണ്ടെയിൻ കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. ഇത് നമ്മൾ പലയിടത്ത് കാണുന്നതാണ്. ഗാർഡൻസിലൊക്കെ ചെല്ലുമ്പോഴേ ഈ ബോർഡറിങ് ആയിട്ട് തിരിക്കാൻ വേണ്ടി എല്ലായിടത്തും ഒരു ചെടിയൊക്കെ ഭയങ്കര കട്ട് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കത്തില്ലേ, അതുപോലെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പുല്ല് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം നല്ലതാണ്. പക്ഷേ ഇതൊക്കെ രാത്രി നമ്മളെ ഓണാക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് രാത്രിയിലും ഒരു വട്ടം വരാം. എന്തായാലും നമുക്ക് ഇപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ഇവിടെ നോക്കാം. ഇവിടെ ഇരിക്കാനൊക്കെ എല്ലായിടത്തും ഉണ്ട് സ്ഥലം. പിന്നെ ഹട്ട് പോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് തടികൾ കൊണ്ട്. അവിടെ എല്ലായിടത്തും ഉണ്ട്. ഒരു പാർക്കിൽ വന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇരിക്കാനും ഫുഡ് കഴിക്കണമെങ്കിൽ അതാണേലും എന്തിനായാലും നമുക്ക് ഹട്ടിൽ കയറി എൻജോയ് ചെയ്തോ. അതുപോലെ തന്നെ വെയിലടിക്കത്തില്ല. അങ്ങും വേസ്റ്റ് ഒന്നും ആരും ഇട്ടിട്ടില്ല. നല്ല ക്ലീനും വെൽ മെയിൻറ്റെയിൻഡുമാണ്. whatever, let's see the garden. നമുക്ക് ആ ഗാർഡൻ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു ഇവിടെ പിങ്കും വൈറ്റും ആണ് കൂടുതലും. പക്ഷെ ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ നടന്നതാണ് നല്ല ഡാർക്ക് ഓൾമോസ്റ്റ് ബ്ലൂ പോലെ ഇരിക്കും. പക്ഷേ ഇതൊരു വയലറ്റ് ഫ്ലവറാണ്. ഇവിടെ അങ്ങ് വരെ ഉണ്ട്. ഇവിടൊക്കെ ഒരു ലൈറ്റിഷ് കളറുള്ള ഫ്ലവേഴ്സാണ്. അത് കഴിഞ്ഞ് അങ്ങ് ചെല്ലുന്തോറും എൻ്റെ കളറ് കൂടുന്ന പോലെ തോന്നുന്നത്. ഏറ്റവും അടുത്ത് നല്ല കട്ട റെഡ് കളറിലുള്ള പൂക്കളുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ചെടികളുടെ ഒരു മാർച്ച് പാസ്റ്റ് പോലെയാണ്. അവിടെ ഇഷ്ടം പോലെ വരിയായിട്ട് ഇങ്ങനെ പൂക്കൾ ഇവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ള് ഒരു പിങ്ക് കളറാണ്, ഡാർക്ക് പിങ്ക്. ഇവിടെ അതിനിടയ്ക്ക് വെള്ള, അതുകൂടാതെ തന്നെ പർപ്പിൾ, പിന്നെ വീണ്ടും വെള്ള, ലാവൻഡർ കളറുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു റെഡിൻ്റെ ഏരിയയിലെത്തി. ഫുള്ള് റെഡ്. ആദ്യം കണ്ട ഒരു റോസാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചെറിയതാണെന്ന് മനസ്സിലായി, ഇത് റോസൊന്നും അല്ലെന്ന്. എന്നാലും നല്ല റെഡാണ്, ഭയങ്കര റെഡിഷ്. ഇത്രയും റെഡായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വീണ്ടും നല്ല ലൈറ്റ് കളറായി. പക്ഷെ പല കളറ് ഈ പൂക്കൾ മിക്സ് ആയിട്ടിരിക്കുമ്പോൾ അതൊരു വേറെ രസമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പൂക്കളൊക്കെ കാണുന്നു. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഗാർഡനൊക്കെ ഒന്ന് തീർക്കാം കണ്ട്. ഇവിടെ മായകൊണ്ടൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പോച്ച പറിക്കുക കണ്ടോ, നല്ല കളർഫുൾ, എല്ലാം കളറുണ്ട്. റെഡ്, പർപ്പിള്, നമ്മൾ ആ വഴി കണ്ട എല്ലാം കളറിലുള്ള പൂക്കളും ഉണ്ട്. നല്ല അടിപൊളി, നല്ല രസമുണ്ട് ഇത് കാണാൻ. പല കളർ പൂക്കൾ ഒരു സ്ഥലത്ത് തന്നെ. അത് ഒരു സ്ഥലം ഫുള്ള് ഇതുപോലെ പൂക്കൾ നിൽക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഞങ്ങൾ നടന്ന് ഇവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലെത്തിയിരിക്കുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആരുമില്ല. എല്ലായിടത്തും ഇതുപോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. കുറേ നേരം ഈ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലായിരുന്നു നമ്മൾ ചുറ്റിക്കൊണ്ടിരുന്നത്. ആ പൂക്കളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഉണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. ഇത് നല്ലോണം ഗ്ലോ ചെയ്ത് നിൽക്കുന്നു, ഡാർക്ക് പിങ്ക് കളറ്. നല്ല രസമുണ്ടാണ്. ആലും എല്ലാം നല്ല പൂക്കൾ. പർപ്പിളും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസം. അതായത് ഞങ്ങൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇനിയും കുറച്ച് പൂക്കളില്ലാത്ത ചെടിയൊക്കെ കാണാം. നമ്മളെ ഡെസേർട്ടിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള കാക്ടസിനെ നമുക്ക് കാണുന്നുണ്ട്. അത് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം മുതൽ കാണിക്കുന്ന ആ ഒരു പോച്ചകൾക്കിടയ്ക്ക് ഒരു രാജാവിനെ പോലെ നിൽക്കുന്ന കാക്ടസുകൾ നിങ്ങൾ കണ്ടോ? അടുത്തുണ്ട് കാക്ടസുകൾ. കാക്ടസിൻ്റെ ഏറ്റവും അടുത്ത് നല്ലത്
അത്യാവശ്യം ഉയരമുണ്ട്, എന്നെക്കാളും പൊക്കത്തിലായി. ഈ പാർക്ക് വീണ്ടും ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ഈ മതിൽ, ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിലിന് അപ്പുറം അവിടവും ഫുള്ള് ഈ ഒരു പാർക്കിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വെക്കാനാണ്. എല്ലാം പണി നടക്കുന്നുണ്ട്. ഓൾറെഡി വളരെ വലിയൊരു പാർക്കാണ്. നടന്ന് ക്ഷീണിച്ച് ഇഷ്ടം പോലെ ഉണ്ട് ഈ പാർക്ക്. അതും ഇനി അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പാർക്കിൽ ഈ 4 മണി സമയത്ത് വന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാമോ? ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒത്തിരി ആൾക്കാരാവും പാർക്കിൽ. എല്ലാവരും പാർക്കിലോട്ട് വരും രാത്രിയിലത്തെ ആ വ്യൂ ഒക്കെ കാണാൻ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും വീഡിയോ എടുക്കാം. പക്ഷെ ഒത്തിരി ആൾക്കാരുള്ള സമയമാണെങ്കിൽ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സാധാരണ ഒരു ഗ്രാസാണിത്. ഇത് സാധാരണ ഒരു ഗ്രാസ്, എന്നിട്ടും ഇവിടെ വന്നപ്പോഴാണ് എല്ലായിടത്തും ഈ ഒരു ഗ്രാസ് തന്നെ ഒരു അലങ്കാരത്തിനായിട്ട് എല്ലായിടത്തും വെച്ചിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പറിച്ച് കളയത്തില്ലേ, ഇത് ശരിയല്ലെന്നും പറഞ്ഞ്. പക്ഷെ ഇവിടെ എല്ലായിടത്തും ഇത് തന്നെ അവിടുത്തെ ഒരു ഡെക്കറേഷൻ പോലെ ഇങ്ങനെ വെക്കും. എല്ലായിടത്തും ഉണ്ട് ഈ ചെടി തന്നെ. ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആയി പാം ട്രീസിന്. എല്ലായിടത്തും പാം ട്രീസ്. പക്ഷെ ഈ പാം ട്രീസിൻ്റെ ഇലയുടെ ഒരു കുഴപ്പമാണ്, കൊണ്ട നല്ല മുറിവുണ്ടാക്കും, നല്ല വേദനയായിരിക്കും. അതുകൊണ്ടാണ് ഇച്ചിരി മാറി നിൽക്കുന്നതാണ് നല്ലത്. നല്ല കൂർത്ത ഇലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇത് ബൊഗെയിൻവില്ലയാണ്. എല്ലായിടത്തും നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൊഗെയിൻവില്ല തന്നെ. ഇവിടെ ആണേലും ബൊഗെയിൻവില്ല മാത്രം അടിപൊളിയായിട്ട് വളരും, അതൊരു സംശയമില്ല. എവിടെ ആണേലും ഇത് വളർന്നോളും. അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ ഈ അറബ് നാടുകളിൽ. നല്ല അടിപൊളി വഴി, ഒറ്റ ആൾക്കാരില്ല, നല്ല കാറ്റ്, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നല്ല സുഖമുണ്ട് ഇവിടെ നടക്കാൻ. വീണ്ടും മാരിഗോൾഡുകൾ. ഓരോ വഴികളിൽ നമ്മൾ ഫുട്പാത്തില്ലേ നടക്കാൻ, ആ അതിൻ്റെ എല്ലാ സൈഡുകളിലും ഇതുപോലെ പൂക്കളുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ബൊഗെയിൻവില്ല, അങ്ങനെ പല പല ചെടികൾ. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മണിയൊക്കെ ആവാറായതുകൊണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ പുറകെ കാണുന്ന ഈ ബിൽഡിംഗ് എന്തോത്തിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, ദിസ് ഈസ് എ പ്രെയർ റൂം. ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ പോവാം. അവിടെയും ഒരു പ്ലേ ഏരിയ തന്നെയാണ്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പാർക്കിലെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അത് 2ാമത്തെ കിഡ്സ് പ്ലേ ഏരിയ. ആദ്യം നമ്മൾ കണ്ട് ചെറിയ കുട്ടികൾക്കുള്ളായിരുന്നു. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ വലിയ കുട്ടികൾക്കുള്ള കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഇച്ചിരി വലുതാണ് മറ്റേതിനേക്കാളും. പക്ഷേ കണ്ടപ്പോൾ മൊത്തം സ്ലൈഡുകൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാ സ്ലൈഡുകളും സ്വിങ്ങൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. വീഡിയോ ഒന്നും ഇപ്പോൾ ശരിയായിട്ട് കിട്ടത്തില്ല, കാരണം ഒരു സൺസെറ്റ് ടൈമിംഗ് ആണ്. അവിടെ ഇരിക്കാനുള്ള സ്ഥലം, ലൈറ്റിങ്സ്, നല്ല പച്ചപ്പ്, ഒറ്റ ആൾക്കാരില്ല, നല്ല പ്ലെയിൻ സ്ഥലം, മൊത്തം നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വാട്ടർ സ്പ്രിങ്ക്ലറൊക്കെ ഓണാണ്. എന്നാലും നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഈ പാർക്ക് കാണാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ സോഹാറിയിൽ നിന്ന് 115 കിലോമീറ്റർ കടന്ന് അൽ ബുറൈമി വരെ വന്ന്. ആലും ഇറ്റ്സ് വർത്തി, നോട്ട് എ പ്രോബ്ലം. കണ്ടോ ഒരു ഈ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. താഴെ ചെറുതായിട്ടും മേളോട്ട് വരുന്തോറും ചെടിയുടെ ആ വിട്ട് കൂടുകയാണ്. ഒത്തിരി പേര് ഇവിടെ ജോഗിങ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട്. എന്തായാലും നോട്ട് ബാഡ്.
കൊച്ചല്ലെങ്കിലും കളിക്കാനൊരാഗ്രഹം തോന്നിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. എന്നാലും ഞാനൂടെ ഈ കൊച്ചു പിള്ളേരുടെ കൂടെ ഒന്ന് കളിച്ചിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.